ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വോയിസ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ ആശയുടെ എപ്പിസോഡ് നമ്പർ 11 ഈ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്, ഒരു കം ബാക്ക് എപ്പിസോഡ്. അങ്ങനെ നമുക്ക് നേരെ കൂടുതൽ കാര്യങ്ങൾ പറയാതെ എപ്പിസോഡിലേക്ക് പോകാം. അപ്പോൾ ഈ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ കണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വന്നാലോ? അതോ നമ്മളുടെ ഹീറോയും അതുപോലെ തന്നെ ഡാറ്റ കോച്ചും രണ്ട് സൈഡിൽ രണ്ടുപേരും കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. അതായത് ഹീറോയുടെ കൺഫ്യൂഷൻ എങ്ങനെ കുറോടെയും അസാറേയും ദേഷ്യപ്പെട്ടത് എന്തിനാന്ന് കണ്ടുപിടിക്കും, അതെങ്ങനെ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും, എന്നാൽ മാത്രമല്ലേ ഹീറോയ്ക്ക് ഇനി അടുത്ത ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെ ചെയ്യുമെന്ന്. അതേപോലെ ഡാറ്റയുടെ കൺഫ്യൂഷൻ ഹീറോനെ പോലെ ഒരു ഇത്രയും ടാലൻ്റ് ഉണ്ടായിട്ടും അവനെ എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം, എങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ അവന് മനസ്സിലാകും എന്നുള്ള കൺഫ്യൂഷൻ. ടച്ച് ആണെങ്കിൽ പറയുകയും ചെയ്തു, നേരെ പറഞ്ഞു കൊടുക്കരുതെന്ന്. ഹീറോയ്ക്കാണെങ്കിൽ നേരിട്ട് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ, ഇങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും ഹീറോയ്ക്ക് അറിയത്തില്ല. അങ്ങനെ എന്തോ ഒരു വഴിയായിട്ട് ഡാറ്റ ഹീറോനെ വന്ന് കാണുന്നുണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗ് വെച്ചാണ് നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. എന്താ അവർ സംസാരിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ നേരെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് നാഹുനോനെയും അതുപോലെ തന്നെ ടൈറേനെയാണ്. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി വരാൻ പോകുന്നത് ജപ്പാനിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ്. അതാണ് ടോക്കിയോ മെട്രോപൊളിറ്റിക്കൽ ലീഗ്. അപ്പോൾ ടോക്കിയോ മെട്രോപൊളിറ്റിക്കൽ ലീഗിൽ നമ്മുടെ സീനിയേഴ്സ് എത്ര സൂപ്പറായിട്ടാണ് കളിച്ചേക്കുന്നത്, എ ടീം എത്ര സൂപ്പറായിട്ടാണ് കളിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ അനുസരിച്ച് നമ്മളും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഗെയിം കളിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോണ ഫോർമേഷൻ്റെ ഒരു രീതി. ടീമിലെ എല്ലാ മെമ്പേഴ്സും നിൽക്കുകയാണ് നമ്മളുടെ ടയർ ഇത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ടയർ പറയുന്നുണ്ട് ടീമിനെ തന്നെ നെഗറ്റീവില് ബാധിച്ചേക്കുന്ന ഒരു കാര്യമാണ് ആവോ, അതുപോലെ തന്നെ കുറോഡ, അതുപോലെ തന്നെ അസാറി, നിങ്ങളുടെ 3 പേരുടെ ഒരു ഒത്തൊരുമയില്ലായ്മ. നിങ്ങൾ ഈ ടീമിനകത്ത് തന്നെ ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യണം. ഒരു ടീമിനകത്ത് നിന്ന് തന്നെ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ മറ്റേ ആൾ, ഇപ്പം നമ്മുടെ ഹീറോ അസാറിക്ക് ബോൾ പാസ് ചെയ്യത്തില്ല, അസാറി ഹീറോയ്ക്ക് പാസ് ചെയ്യത്തില്ല, കുറോഡയ്ക്കും ഈ സെയിം, ഈ കുറോഡയും അസാറിയും മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന് പറയാണ്. എന്നിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളുടെ ആ മാച്ച് തുടങ്ങുന്ന ദിവസം നമ്മളെ കാണിക്കുകയാണ്. അന്ന് നമ്മളുടെ ഹീറോ ഒറ്റോമോ അതുപോലെ തന്നെ നമ്മളുടെ ടാച്ചിബാന 3 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ആ മാച്ച് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ടോക്കിയോ മെട്രോപൊളിറ്റിക്കൽ മാച്ച്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹീറോനെയാണ് ഈ മാച്ചിന് സ്റ്റാർട്ടർ ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റോമ പറയുന്നുണ്ട്, അതായത് നമ്മുടെ അസാറിയില്ലേ, അവന് ഇത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഹീറോനെ സ്റ്റാർട്ടർ ആയിട്ട് ഇട്ടതിൽ, ഡാറ്റ എന്തിനാ ഇങ്ങനെ ഇട്ടേ എന്നാണ് നമ്മളുടെ ആര് ചോദിക്കുന്നത്, അസാർ ചോദിക്കുന്നത്. ഹീറോയ്ക്ക് നന്നായിട്ട് അറിയാം എന്തിനാ ഡാറ്റ അവനെ സ്റ്റാർട്ടർ ആയിട്ട് ഇട്ടേന്ന്. കാരണം കഴിഞ്ഞ ദിവസം അവർ സംസാരിച്ചതും അതായിരുന്നു, നീ അടുത്ത മാച്ചിൽ തന്നെ കൃത്യമായിട്ട് പെർഫോം ചെയ്തില്ല എങ്കിൽ നിന്നെ ഇനി അടുത്ത് വരാൻ പോകുന്ന 3 മാസത്തേക്ക് ഒരു മാച്ചിൽ ഇറക്കാൻ പോകുന്നില്ല. നിന്നെ അടുത്ത മാച്ചിൽ ഞാൻ സ്റ്റാർട്ടർ ആയിട്ടിടും. കാരണം നിനക്ക് പ്രഷർ അപ്പോൾ കൂടുതലായിരിക്കും. ആ പ്രഷറിൽ നിന്നുകൊണ്ട് നീ എന്തിനാ അവർ നിന്നോട് ദേഷ്യപ്പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രമേ നീ മാച്ചിന് ഇറങ്ങാവൂ. മാച്ചിന് അല്ലാതെ നീ ഇറങ്ങിയാൽ, അങ്ങനെ കണ്ടുപിടിക്കാതെ ഇറങ്ങിയാൽ, ഞാൻ ആ മാച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ നീ പറഞ്ഞില്ല എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിനക്ക് അടുത്ത 3 മാസത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗെയിമും ഞാൻ കളിക്കാൻ തരത്തില്ല, ജസ്റ്റ് പ്രാക്ടീസ് മാത്രമേ ഞാൻ തരത്തുള്ളൂ എന്നാണ് ഡാറ്റ പറഞ്ഞത്. ഹീറോയ്ക്ക് അതിപ്പോൾ ആലോചിച്ചിട്ട് എന്നോട് ക്ഷമിക്കണം ഡാറ്റെ, എനിക്ക് ഈ മാച്ചാണ് ഏറ്റവും വലുത്, ഈ മാച്ച് തന്നെയാണ് എനിക്ക് ആ ഒരു പ്രൊജക്റ്റിനെക്കാളും വലുത് എന്ന് പറഞ്ഞ് ഹീറോ മാച്ചിൽ ഇറങ്ങണം എന്ന് തീരുമാനിച്ച് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴത്തേക്കാണ് ഹീറോ കാണുന്നത് നമ്മളെ ടട്സിയ ഹനയോട് സംസാരിക്കുന്നത്. അപ്പോൾ ടട്സിയനെ ഹന മര്യാദയ്ക്ക് വീട്ടിൽ വന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുറയാണ്. അപ്പോഴത്തേക്കും ടട്സിയ പറയുന്നത്, നീ എന്തിനാ അമ്മയെ പോലെ പെരുമാറുന്ന കുഞ്ഞെ, അങ്ങനെയൊന്നും പെരുമാറേണ്ട ആവശ്യമില്ല, ഞാൻ പാവമല്ലേ എന്ന്. അപ്പോഴത്തേക്കും ഹീറോ വന്നിട്ട് ഹനയാണോ ഫോണിലും ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ടട്സിയ പറയുന്നത്, അതെ നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ നല്ല ക്ലോസ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഹീറോ അത് പറയാതെ ഹീറോ ഫോൺ വാങ്ങിച്ചിട്ട് ഹനയോട് പറയാണ്, ഇന്ന് എൻ്റെ മാച്ചാണ്, അതും ഞാൻ ലീഗിൽ കളിക്കാൻ പോവാണ്, അതും സ്റ്റാർട്ടറായിട്ട്, പറ്റുമെങ്കിൽ നീ വന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഹീറോ എന്ത് ചെയ്യാണ്, ആ ഒരു ഫോൺ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താ നീ ഇന്ന് വരുന്നുണ്ടോ എന്ന് ടച്ച് ചോദിക്കുമ്പോൾ അവളൊന്നും പറയാതെ കട്ടാക്കുകയാണ്. എന്താണ് അപ്പോൾ ഇവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്, എന്തായാലും നീ ഇന്ന് ഈ ഒരു മാച്ച് കളിക്കാൻ പോയില്ല, നിന്റെ എന്താണ് തോട്ടെന്ന് ടച്ച് ചോദിക്കുമ്പോൾ ഹീറോ പറയാണ്, ഞാൻ ഈ മാച്ച് ജയിക്കും, ഇത് ജയിക്കേണ്ടത് എൻ്റെ ആവശ്യം തന്നെയാണ്, എനിക്ക് വേറൊരു മാച്ചിനും ഇല്ലാത്തതുപോലെ ഒരു ഇൻറ്റൻസ് ഫീലിംഗ്, ഒരു വളരെ ആഴത്തിലുള്ള ഒരു ഫീലിംഗ് ഈ മാച്ചിനോട് ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ടച്ച് പറയാണ്, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നീ ഒരാൾ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ ടീം ജയിക്കത്തില്ല, നിന്റെ ടീം എന്ന് പറയുന്നത് നിന്റെ മാത്രമാണ്. അതാണ് ഫുട്ബോളിൻ്റെ ഒരു സംഭവം. അതായത് ഇത് ഒരാളുടെ ഗെയിം അല്ല, ഇതൊരു കാൽപന്താണ്, അത് ഒരാളുടെ ഗെയിം അല്ല, ഒരാളുടെ ഭാഗ്യം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, എല്ലാവരും ഒന്നിച്ച് ചെയ്യുമ്പോഴേ അത് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ എന്നിവിടെ നമ്മളെ ടട്സിയെ പറയാണ്. ഹീറോയ്ക്ക് മനസ്സിലായി, പക്ഷെ അവൻ എന്താ ടച്ച് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. അങ്ങനെ നമ്മളെ ഹീറോ എന്ത് ചെയ്യാണ്, ആ ഒരു മാച്ച് തുടങ്ങാറായി, അങ്ങനെ അവിടേക്ക് പോവാണ്. അതേസമയം ഫോട്ടോഗ്രാഫർ അവിടേക്ക് വരാണ്. എ ടീമിന്റെ മത്സരമെന്ന് വെച്ചാൽ ഞാൻ വന്നേ, ഇതിപ്പോൾ ബി ടീമിന്റെ മത്സരമാണോ, എനിക്ക് വേണ്ടായിരുന്നു, ബി ടീമിന്റെ മത്സരമൊക്കെ ആര് കാണാനാണ്, ഞാൻ ഫ്യൂച്ചറിൽ നാഷണൽ ടീമിനെ കാണാമെന്ന് വിചാരിച്ച് വന്നയാ, ഇവന്മാരെ കാണാൻ ഇനി എന്താ പിള്ളേർ, ഇവന്മാർക്ക് ഒന്നും അറിയത്തില്ല എന്ന രീതിയിൽ നമ്മളുടെ ഫോട്ടോഗ്രാഫർ അവിടെ സംസാരിക്കുകയാണ്.
അപ്പോഴത്തേക്കാണ് ഹന അങ്ങോട്ട് ആ വഴി പോകുന്നത്. ഓ, ബി ടീമിനെ സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ടേഴ്സ് ഉണ്ടോ എന്ന രീതിയിൽ ഫോട്ടോഗ്രാഫർ ചോദിക്കുകയാണ്. എന്നിട്ട് ഫോട്ടോഗ്രാഫർ ഹനയുടെ കൂടാണ്. അല്ല, എഫ്രൈൻ ക്ലബിനെ പറ്റിയിട്ട് നിനക്ക് നന്നായിട്ട് അറിയാൻ തോന്നുന്നു. നീ ഇങ്ങനെ പേടിപ്പിക്കുന്ന പോലെ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ, നിനക്ക് അറിയാവോ എന്താ ഈ ബി ടീം നല്ല ടീമാണോ എന്നൊക്കെ. അപ്പോഴത്തേക്ക് ഹന പറയാണ്, അങ്ങനെയൊന്നും എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നുമില്ല, അങ്ങനെ പറയാനും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം പറയാം, അതായത് അവർ നന്നായിട്ട് കളിക്കും. അവിടെ കുറച്ച് അധികം നല്ല പ്ലെയേഴ്സ് ഉണ്ട് ബി ടീമിൽ, വിചാരിക്കുന്നേക്കാളും അവരെന്താണ് ഒരുപാട് മുന്നിലാണ് എന്ന് പറയും. അങ്ങനെ നമ്മുടെ പിള്ളേർ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ എന്തോ വലിയ സൗണ്ട് കേൾക്കാണ്. നോക്കുമ്പോൾ സ്കോർ 0-3. അതായത് നമ്മുടെ ഹീറോയുടെ ടീം ഇതുവരെ ഒരു ബോൾ പോലും സ്കോർ ചെയ്തിട്ടില്ല, ഒരു ഗോൾ പോലും അവർ അടിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. 35 മിനിറ്റ് ആയിരുന്നു ഗെയിം തുടങ്ങിയിട്ട്, ഇതുവരെ ഒന്നുമില്ലേ എന്ന രീതിയിൽ ഹന നോക്കുകയാണ്. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ ഒറ്റോമ പാസ് ചെയ്യാണ്. ഒറ്റോമ പാസ് ചെയ്യുന്ന ബോൾ ഫോർവേഡ് പോകുന്നതിന് പകരം അത് ബാക്ക്വേർഡ് പോവാണ്. അവിടെ ആരും ബോൾ റിസീവ് ചെയ്യാനില്ല. പോയി ബോൾ റിസീവ് ചെയ്യാണെന്ന് ടൈറ പറയുമ്പോഴാണ് എല്ലാവരും കൂടെ പോയി ബോൾ റിസീവ് ചെയ്യാൻ പോകുന്നത്. 3-4 പേര് പോയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ആ ബോൾ വഴുതി മാറിപ്പോയി അത് ആകാശത്ത് നിൽക്കുകയാണ്. എയറിൽ നിന്നും അത് നിലത്ത് വീഴുമ്പോൾ പോലും അത് ക്യാപ്ചർ ചെയ്യാൻ ആർക്കും പറ്റാതെ അത് ഓപ്പോസിറ്റ് ടീം എടുത്തുകൊണ്ട് പോയി ഗോൾ അടിക്കുകയാണ്. അങ്ങനെയാണ് ഓപ്പോസിറ്റ് ടീമിന് ഇതുവരെ ഉണ്ടായ 3 സ്കോറും വന്നിരിക്കുന്നത് എന്ന് നമ്മളെ കാണിക്കുകയാണ്. അപ്പം ഇത് ആരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെന്ന് ക്ലിയർലി നമുക്ക് മനസ്സിലാവും. അതായത് ടീമിന് ഒരു യൂണിറ്റി ഇല്ല, അതുകൊണ്ട് വന്ന മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹന തന്നെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ നാഹുനോ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പറയാണ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ യെല്ലോ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ എഫ്രൻസ് ആവുന്നില്ല, നമുക്ക് ഒരുപാട് സ്കില്ല് വേണോരാന്ന്. അപ്പോഴത്തേക്കും നമ്മൾ ടൈർ പറയാണ്, ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊണ്ട് ഡിസപ്പോയിൻറ്റഡ് ആണ്. നിങ്ങൾ ഒരാൾ പോലും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ഇല്ല, നിങ്ങളെല്ലാം ചുമ്മാ നിൽക്കുവാണ്. ഈ ടീമിനകത്ത് നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. ഹീറോ, നീ എന്താ ഇന്ന് ചെയ്തേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ ഇന്ന് ചെയ്തതെന്ന്. അപ്പോഴത്തേക്കും ഹീറോ ആലോചിക്കുകയാണ്, ഞാൻ ഭയങ്കര ബോറിംഗ് പരിപാടിയാണ് ഇന്ന് ചെയ്തത്, എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. കാരണം എനിക്കൊരു പ്രോജക്റ്റ് തന്നേക്കാണ്, അതിൻ്റെ ടെൻഷനിലാണ് ഞാൻ. എന്നാലും എനിക്ക് ഇന്ന് നന്നായിട്ട് പ്ലേ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാനിന്ന് ഏറ്റവും ബോറിംഗ് ജോലിയായിട്ടുള്ള പാസിംഗ് ആണ് ചെയ്തത്. അതും ഞാൻ ഫോർവേഡ് ജീനിയസ് ആയിട്ടല്ലോ ഞാനാണ് ആ ഒരു ജോലി ചെയ്തത്. പിന്നെ ഇങ്ങനെ ജീനിയസ് ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാനും കുഴപ്പമില്ല. എന്നാലും ഞാൻ പാസ് ചെയ്യുന്ന ഒരു ബോൾ പോലും കുറോഡയോ അതുപോലെ തന്നെ നമ്മളുടെ അസാരിയോ റിസീവ് ചെയ്തിട്ടില്ല. ഇത് ഹീറോ മനസ്സിലാണ് പറയുന്നത്, ടീംമേറ്റ്സിനോടോ അവിടെ ഇരിക്കുന്ന ആരോടോ ഹീറോ ഇത് പറയുന്നില്ല. എന്നിട്ട് പല്ലും കടിച്ചു പിടിച്ച് അവരെ നോക്കിക്കൊണ്ട് ഹീറോ ഇരിക്കുകയാണ്. ആ ഒരു സമയം ടൈറ പോയിട്ട് ഡാറ്റയോട് പറയണം, ഞാൻ ഇവിടെ വന്നിട്ട് ഓവർ ഷോ ഇറക്കാമെന്നൊന്നും വിചാരിക്കരുത്, എനിക്ക് ഈ മത്സരത്തിൽ തോറ്റു കൊടുക്കണം, ഞാൻ തോറ്റു കാണണം എന്നൊരു ആഗ്രഹമില്ല. അതുകൊണ്ട് പറയണം, ഈ 3 പേരെ മാറ്റിയിട്ട് വേറെ 3 പേരെ ഇട്, സെക്കൻഡ് ഇയേഴ്സിനെയോ തേർഡ് ഇയേഴ്സിനെയോ ഇട്, എന്നാൽ മാത്രമേ മാച്ച് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകൂ. അവോ അതുപോലെ തന്നെ അസാറി, നമ്മുടെ കുറോഡ, ഇവർ 3 പേരും കളിക്കുന്നതേ ഇല്ല, ചുമ്മാ അവന്മാർ ചലഞ്ച് ചെയ്ത് അതിനകത്ത് തന്നെ ഇന്ന് കളിക്കുകയാണ് എന്ന രീതിയിൽ ടൈറ ആ ദേഷ്യത്തിലും വിഷമത്തിലും അത് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മളുടെ ഡാറ്റ പറയണം, നീ പറയുന്നത് കറക്റ്റ് ആണെന്ന്. അതേസമയം ഹീറോ ആലോചിക്കണം, അയ്യോ ഇയാൾ പറയുന്നത് വെച്ച് നോക്കിയാൽ എന്നെ മാറ്റുമെന്നാണ് തോന്നിയെന്ന്. പക്ഷേ ഹീറോ വിചാരിച്ചതുപോലെ ഹീറോനെ മാറ്റിയില്ല, കുറോഡോനെ അസാറിയോ മാറ്റിയില്ല. അവരെന്ത് ചെയ്തു, ഡാറ്റ വേറൊരു ചെറുക്കനെ പകരം എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മളുടെ ടൊഗേഷി ഇറക്കാണ്. ടൊഗേഷി വന്ന ഉടനെ മാലപ്പുടക്കത്തിന് തിരികൊളുത്തി അടങ്ങുമെന്ന് പറഞ്ഞാൽ വരുന്നതെന്ന് തോന്നുന്നു. കാരണം ടൊഗേഷി പറയാണ്, എനിക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിന്ന് കളിക്കാനൊന്നും താല്പര്യമില്ല, പക്ഷേ ഈ പ്രൊമോട്ടായിട്ട് വന്ന മെമ്പേഴ്സിനെ കളിക്കാൻ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ഗോൾ അടിക്കാൻ ഞാൻ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യും എന്ന്. അപ്പോഴത്തേക്കും ഇത് കേട്ടിട്ട് അവിടെ പ്രൊമോട്ടായിട്ട് വന്ന എല്ലാ മെമ്പേഴ്സും ട്രിഗർ ആവുകയാണ്. ടീമിനുള്ളിൽ തന്നെ വലിയൊരു ഫൈറ്റിന് ഒരു ആരംഭം കുറിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത്, ടൊഗേഷി അങ്ങനെ നീ പറഞ്ഞത് തെറ്റാണ്. നമ്മളുടെ ഇടയിൽ പ്രൊമോട്ടായിട്ട് വന്ന മെമ്പേഴ്സ് സെലക്ട് ആയിട്ട് വന്നവർ അല്ലാതെ അവരെന്ത് ചെയ്ത് ഇങ്ങനെ നേരിട്ട് കയറുക അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ഇപ്പോൾ ഈ ഒരു ഗെയിമിലേക്ക് എഫേർട്ട് ഇട്ടിരിക്കുന്നതും ഈ ഒരു ലീഗിലേക്ക് എഫേർട്ട് ഇട്ടിരിക്കുന്നതും പ്രാക്ടീസ് എടുത്തിരിക്കുന്നതും ഒക്കെയും ഒരുപോലെയാണ്. അപ്പോൾ അങ്ങനെ കാണണം, അല്ലാതെ അങ്ങനെ പറയരുതായിരുന്നു എന്ന് ടൊഗേഷിയോട് പറയാണ്. അപ്പോഴത്തേക്കും ഡാറ്റ പറയാണ്, അതും ശരിയാണ്, പക്ഷെ ഞാൻ വേറൊരു ശരി പറയട്ടെ, നിങ്ങളെ ഈ ഇപ്പോൾ നടക്കാൻ പോകുന്ന മാച്ചിൽ ഒരു രീതിയിലുള്ള എഫേർട്ട് ഇട്ടില്ല, നിങ്ങൾ ജയിച്ചില്ല എങ്കിൽ എന്താവും നടക്കാമെന്ന് ഞാൻ പറയട്ടെ. അടുത്തൊരു 6 മാസത്തേക്ക് നിങ്ങൾക്ക് മാച്ച് ചെയ്യില്ല. അടുത്ത സമ്മർ വരെ നിങ്ങൾ വെറും പ്രാക്ടീസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മാച്ചൊന്നും ഇല്ലാതെ ബോറടിച്ച് പ്രാക്ടീസ് ചെയ്യും. അത് വേണ്ടെങ്കിൽ വല്ലതൊക്കെ ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന രീതിയിൽ നമ്മുടെ ഡാറ്റ ഇവിടെ പറയണം. അങ്ങനെ ഇപ്രാവശ്യം നമ്മുടെ മാച്ചിലേക്ക് കയറുമ്പോൾ ഹീറോ ഫുൾ ശ്രദ്ധിക്കുന്നത് നമ്മളുടെ കുറോഡേനെയും അസാറിനെയാണ്. അപ്പോഴത്തേക്കും കുറോഡയും അസാറിയും ഹീറോനെ ശ്രദ്ധിക്കാതെ മുന്നേ കയറി പോവാണ്. ആ ഒരു സമയത്ത് ടൈറ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഹീറോനോട് പറയാണ്, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട് ഇടയ്ക്ക് നിന്ന്. പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇടയിടെ ആ ഒരു ടീം ബി ടീം ഭയങ്കര ഷോ, അവന്മാരെ പൊടിച്ച് വിട്ടുകള കള എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. നേരെ ഹീറോനോടായിട്ടല്ല പറയണം, അവർ 3 പേരോടുമായിട്ടാണ് പറയുന്നത്. അപ്പോഴത്തേക്കും ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്, ലൈനോ എന്ന രീതിയിൽ ഹീറോ ആലോചിക്കുകയാണ്, അതെയല്ലോ നമ്മൾ ഡാറ്റ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. കൂടുതൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ എനിക്കത് ഓർമ്മ വരുന്നു. അതായത് നമ്മുടെ ഹീറോ അതുപോലെ തന്നെ കുറോഡ, അസാറി, ഇവർ 3 പേരും ഒരേ ലൈനിലാണ്. നടുക്ക് നിൽക്കുന്നത് കുറോഡ, അങ്ങറ്റം നിൽക്കുന്നത് അസാറി, അതുപോലെ തന്നെ ഹീറോ ഇങ്ങറ്റം. അസാറി എപ്പോഴും ഗോൾ പോസ്റ്റിൻ്റെ അവിടെയാണ്. ഇതൊന്നും ഹീറോ മുന്നേ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹീറോ മുന്നിലായതുകൊണ്ട് ഹീറോ
പിന്നിൽ നടക്കുന്ന ഒരു കാര്യം നോക്കാറുമില്ലായിരുന്നു, ശ്രദ്ധിക്കാറുമില്ലായിരുന്നു. പക്ഷേ ഹീറോയ്ക്ക് ഗ്രൗണ്ട് എപ്പോഴും ഫുൾ ആ ഒരു വ്യൂ കിട്ടുന്നത് കൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഇപ്പോൾ കംപ്ലീറ്റ് കാര്യം മനസ്സിലാവാണ്. അപ്പോഴത്തേക്കും ഇവിടെ നാഹുനോ അപ്പത്തെ ടീമിലെ ഒരുത്തൻ്റെ കയ്യിൽ നിന്നും ബോൾ എടുക്കാൻ നോക്കുമ്പോൾ അവൻ ചുമ്മാ വീണിട്ട് പെനാൽറ്റി വാങ്ങിക്കാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, അവിടെയുള്ള കോച്ച് വന്നിട്ട് അവനെ നോക്കുകയാണ്. ആ ഒരു സമയത്ത് നാഹുനോ പറയാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കള്ളത്തരവ് കാണിക്കുന്നതെന്ന്, നീ കൂടുതൽ തിളച്ചാൽ നിനക്ക് യെല്ലോ കാർഡ് ഞാൻ തരും എന്ന് ആര് പറയാണ്? അവിടുത്തെ കോച്ചല്ല, ആക്ച്വലി റഫറി. പെനാൽറ്റി ഷോട്ട് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ അവന്മാർക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് അസാരി വിളിച്ചിട്ട് പറയുന്നത്, കൂടുതൽ ചീപ്പായിട്ട് ഡ്രാമ കളിക്കാൻ നോക്കില്ല നീ, എന്താണ് നിന്റെ പ്രശ്നം, നിനക്കെന്താ നേരെ കളിച്ച് ജയിക്കാൻ അറിയത്തില്ലേ? എനിക്ക് നിങ്ങളോട് കളിച്ചാൽ ജയിക്കാൻ അറിയത്തില്ലെന്ന്, നിങ്ങളോടൊക്കെ കളിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി, കാരണം നിങ്ങൾക്ക് വെറും ഇതാ, നിന്നോടൊക്കെ തോറ്റുപോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂക്കത്ത് വിരൽ വെച്ച് പിന്നെ നടക്കേണ്ടി വരത്തില്ലേ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ ഓപ്പോസിറ്റ് ടീമിൽ അവൻ പോവാണ്. നീ പറയുന്നത് കേൾക്കാനും ഒരു രസവും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളുടെ ആൾ എന്ത് ചെയ്യണം, അവനെ അണച്ചു വിടുകയാണ്. ആ ഒരു സമയത്ത് ഹീറോ വന്ന് അസാരിയോട് സംസാരിക്കുകയാണ്. നീ ഓവർലാപ്പിങ്ങിൽ മാസ്റ്റർ ആണെന്ന് എനിക്കറിയാം, നീ ഡിഫെൻഡിങ്ങിൽ നന്നായിട്ട് പുറകിൽ നിന്നാണല്ലോ ചെയ്യുന്നത്, ഗോൾ പോസ്റ്റിൻ്റെ അടുത്തല്ലേ നിന്ന് ചെയ്യുന്നത്, നിന്റെ ബാക്കിൽ കുറോഡ അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ടിൽ ഗുറോഡ, അപ്പോഴത്തേക്കും നമ്മളുടെ ബിറ്റുബീനായിട്ടാണ് കുറോഡ മോസ്റ്റ് ആയിട്ട് വരുന്നത്, ഇതല്ലേ നമ്മളുടെ ആ ഒരു പൊസിഷനിങ് എന്ന രീതിയിൽ ഹീറോ ചോദിക്കുമ്പോൾ നമ്മളുടെ അസാരി ഒന്ന് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് അസാരി എന്ത് ചെയ്യുന്നുണ്ട്, ഓടി കുറോഡയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൻ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയേട്ടോ. ഹീറോ സ്വയമേ പറയാണ്, അതായത് ഇത് തന്നെയാണ്, അത് തന്നെയാണ് പൊസിഷനിങ്. അത് കേൾക്കുമ്പോൾ ടകേഷിയും ഒറ്റോമയും വന്നിട്ട് എന്താ പ്രശ്നോടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഹീറോ പറയാണ്, അതെ ഞാനും ഇപ്പോൾ നമ്മളുടെ കുറോഡയും അതുപോലെ തന്നെ അസാരിയും ഒരേ ലൈനിലാണ് നിൽക്കുന്നതെന്ന്, അത് ഞങ്ങൾക്കൊക്കെ മുന്നേ മനസ്സിലായതാണല്ലോ, നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായേ എന്ന് ചോദിക്കുകയാണ്. അത് മാത്രമല്ല എന്തോ ഒരു സംതിങ് ഉണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതെന്താണെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ടോഗേഷ് പറഞ്ഞാണ്, അങ്ങനെയൊന്നും നീ ആലോചിക്കേണ്ട, പെട്ടെന്നൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് നീ ഇപ്പോൾ ഉള്ളതുപോലെ കളിക്കാം. നമ്മുടെ സാക്കോഷിമ പറയാണ്, അവനെ അസാരിനെ മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ഡാറ്റ വെയിറ്റ് ചെയ്യാൻ പറയാണ്. അതേസമയം നമ്മുടെ ഹീറോ ആലോചിക്കുകയാണ്, അസാരി ആയിരുന്നു എൻ്റെ സ്ഥാനത്ത് ലാസ്റ്റ് ദിവസമെങ്കിൽ അവൻ എങ്ങനെ ചെയ്തേനെ, എന്ത് ചെയ്തേനെ ആ ബോളെന്ന്. അപ്പോഴാണ് ഹീറോയ്ക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുന്നത് കേട്ടോ. ഹീറോ തിരിഞ്ഞു നോക്കാണ്, അതേ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. ഹീറോ രണ്ടുപേരെ നോക്കുമ്പോൾ അസാരിക്ക് മനസ്സിലായി അവൻ ആ വൈബിൽ കയറിയിട്ടുണ്ടെന്ന്. അതെ, ഹീറോ ഓട്ടോമാറ്റിക് വൈബിൽ കയറി. നമ്മുടെ ഹീറോ എന്താണ്, അസാരിക്ക് നേരെ വരാണ്. അസാരി ആ ബോൾ ഹീറോയ്ക്ക് പാസ് ചെയ്യാണ്, ഹീറോ ആ ബോൾ റിസീവ് ചെയ്യാണ്, എന്നിട്ട് അത് കുറോടയ്ക്ക് പാസ് ചെയ്യാണ്. എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആയ പോലെ ഹീറോ നിൽക്കുമ്പോൾ ആ ഒരു വൈബ് ഹീറോയുടെ കയ്യിൽ നിന്ന് പോയി, ഹീറോയുടെ കൺട്രോൾ പോയി. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, കുറോഡയുടെ കയ്യിൽ നിന്നും ആ ബോൾ വേറൊരാൾ റിസീവ് ചെയ്യാണ്. അത് ഓപ്പോസിറ്റ് ടീമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറോഡനെ കവർ ചെയ്യാനോ അടുത്ത് റിസീവ് ചെയ്യാനോ അവിടെ ആരും ഇല്ലായിരുന്നു. അത് നമ്മുടെ അസാരി പറയുകയും ചെയ്തു ഹീറോനോട് അവിടെ പോയി കവർ ചെയ്യാൻ. പക്ഷേ ഹീറോയ്ക്ക് ആ ഒരു സമയത്ത് സ്റ്റക്ക് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും. ഹീറോ പറഞ്ഞതുപോലെ ചെയ്യാത്തത് കൊണ്ട് അസാരിക്ക് ഇപ്പോൾ ഭയങ്കര ദേഷ്യം ഹീറോനോട് തോന്നുകയാണ്. ഇവൻ അല്ലെങ്കിലും ഒരു വേർത്തായിട്ടുള്ള ആളെല്ലാം തോന്നുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് കുറോഡ തംസപ്പ് കാണിക്കുകയാണ്, എടാ നീ ചെയ്തത് സൂപ്പർ ആയിരുന്നു എന്ന രീതിയിൽ, പെർഫെക്റ്റ് ആയിരുന്നു എന്ന രീതിയിൽ. സാക്കോഷിമ ഇവിടെ നമ്മൾ ഡാറ്റയോട് പറയാണ്, ഇപ്പോഴും ഹീറോ ഒരു മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നു, ഇനി അവനെ പുറത്തിറക്കിക്കൂടിയെന്ന്. അപ്പോൾ ഡാറ്റ പറഞ്ഞു, കൊള്ളാം ഇത് ആര് പറയണത്, തിയറി ജീനിയസ് എന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന നീയല്ലേ പറയുന്നത്, തിയറി എപ്പോഴും പുറത്തുനിന്ന് നോക്കി ഒബ്സർവ് ചെയ്യണമെന്ന്. ഞാൻ ഒബ്സർവ് ചെയ്യട്ടെ, നീ അവിടെ ഇത് ഞാൻ പറയാൻ മാറ്റാൻ കൊച്ചുകൂടെ ഗെയിം പോട്ടെ, ഒരു 5 മിനിറ്റ് കൂടെ കഴിയട്ടെ എന്ന് നമ്മളുടെ ആര് പറയാൻ ഡാറ്റ പറയുന്നുണ്ട്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തോ ഒന്ന് നടക്കാൻ പോകുന്നൊരു ഫീൽ ഉണ്ട്, ഗൂസ് ബംസ്. സാക്കുഷും അതെന്താന്ന് ചോദിക്കുമ്പോൾ അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ പൊളി സാധനം നടക്കാൻ പോകാൻ തോന്നുകയാണ്. അപ്പോഴത്തേക്കും അസാരി ആലോചിക്കുകയാണ്, ഹീറോയ്ക്ക് ബോൾ പാസ് ചെയ്തത് എൻ്റെ തെറ്റാണ്, അവൻ എന്തിനാണ് ഞാൻ വിശ്വസിച്ചത്, എത്ര വട്ടം വിശ്വസിച്ചാലും അവനെ കൊണ്ട് ഒരു യൂസും ഇല്ലാന്ന്. അപ്പോൾ ഹീറോ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴത്തേക്കും ആ ഒരു തിരിഞ്ഞ് നോട്ടത്തിൽ നിന്ന് തന്നെ അസാരിക്ക് മനസ്സിലായി അസാരിയോട് ബോൾ പാസ് ചെയ്യാനാണ് ഹീറോ ഉദ്ദേശിക്കുന്നതെന്ന്. അസാരി പിന്നെ വേറൊന്നും ആലോചിക്കാതെ ബോൾ ഹീറോയ്ക്ക് പാസ് ചെയ്യാണ്. അപ്പോൾ ഹന പറയാണ്, ഇവർ 3 പേരും കളിക്കുന്നതിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്, അവർ 3 പേരുടെ കളിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫർ പറയണം, നീ സത്യം പറ ആ ഒരാൾ ആ മഞ്ഞമുടി നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നതെന്ന്. അല്ല, പക്ഷേ അവർ കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് എന്ന് ഹന പറയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ കുറോഡനെ നോക്കിയിട്ട്, സോറി കുറോഡ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത തെറ്റിന് നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറയാണ്. ആ ഒരു സമയത്ത് ഞാൻ അസാരിയുടെ ഫീലിങ്സ് മാത്രമേ നോക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ എന്താണ് ആ ബോൾ നമ്മുടെ കുറോഡയ്ക്ക് പാസ് ചെയ്യാണ്. എന്നിട്ട് ഹീറോ മുന്നിലേക്ക് ഓടാണ്. കുറോഡ ആ ബോൾ ബാലൻസ് ചെയ്ത് ഹീറോയുടെ പുറകെ കൂടെ ഓടാണ്. അങ്ങനെ ഹീറോ പറയാണ്, ഞാൻ ഇനിയും നിങ്ങളുടെ ഫീലിങ്സ് കൂടെ നോക്കേണ്ടിയിരിക്കുന്നു എന്ന്. അങ്ങനെ ആ ബോൾ കുറോഡ ഹീറോയ്ക്ക് പാസ് ചെയ്യാണ്. ഹീറോ ആ ബോൾ റിസീവ് ചെയ്യാണ്. അപ്പോൾ ടാജിബാനയും ടൊഗേഷും എനിക്ക് പാസ് ചെയ്യുന്ന 2 സൈഡിൽ നിന്നും പറയുന്നുണ്ട്, സോറി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാനിന്ന് വേറൊരു ആൾക്കാണ് പാസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഹീറോ എന്താണ് മുമ്പിലേക്ക് ഓടുകയാണ്. അങ്ങനെ ഹീറോയ്ക്ക് തന്നെ ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പൊസിഷൻ, കിടിലം സ്ഥലം കിട്ടിയേക്കാണ്. പക്ഷേ ഹീറോ ഗോൾ അടിക്കാതെ അടുത്തുള്ള അസാരിക്ക് പാസ് ചെയ്യാണ്, അസാരി ഗോൾ അടിക്കുകയാണ്. അങ്ങനെ എന്താണ് ആ ഒരു ഇതിൽ ഫസ്റ്റ് ഗോൾ നമ്മൾ അസാരി അടിക്കുകയാണ്.
കണ്ടു നിന്നോണ്ടെന്ന് ഹന പറയുന്നുണ്ട്. യെസ്, അവർ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന്. അതേസമയം ടൈറ വന്നിട്ട് മക്കളെ സൂപ്പറായി, ഇങ്ങനെ വേണം ഡിഫൻസിനെ കടന്നു പോകാൻ. 6 പേരായിരുന്നു ഓപ്പോസിറ്റ് ടീമിലെ ഡിഫൻസ്. അതും കൂടാതെ അവർ 6 പേര് ഗോൾ പോസ്റ്റിന് ചേർന്ന ഡിഫൻസ്, പിന്നെ 3 പേര് നിങ്ങൾക്ക് ഡിഫൻസ്. സൂപ്പർ, നിങ്ങൾ സൂപ്പറായിട്ട് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഓപ്പോസിറ്റ് ടീമിലുള്ള അവൻ പോയിട്ട് അവന്റെ മെമ്പേഴ്സിനോട് പറയണം, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കല്ലേ മക്കളെ, പേടിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ആ ഒരു സമയം ഉണ്ടടാ, വിഷമിക്കേണ്ടടാ എന്ന് പറയാണ്. എടാ നിനക്ക് എന്താണ് ഭ്രാന്താണോടാ എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഇത്രയും ഡിഫൻസ്, സ്ട്രോങ് ഡിഫൻസ് കഴിഞ്ഞാണ് ആ 3 പേര് വന്നത്. അപ്പം വെറും 3 പേര് അത് പാസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ടീമിന്റെ ആ ഒരു സ്ട്രെങ്ത് എത്രത്തോളം ആയിരിക്കടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അസാരി വന്നിട്ട് ഹീറോയോട് പറയണം, എടാ നീ എന്തിനാ എനിക്ക് പാസ് ചെയ്തത്, നിനക്ക് ഗോൾ അടിക്കാറുണ്ടല്ലോ, അത്ര നല്ല പൊസിഷൻ അല്ലായിരുന്നു നിനക്ക് കിട്ടിയതെന്ന്. ഹീറോ ആണല്ലേ, എനിക്കപ്പോൾ അങ്ങനെ തോന്നി എന്ന് പറയണം. എന്നിട്ട് ഹീറോ തന്നെ ആലോചിച്ചുകൊണ്ടാണ് പോകണം, ഞാൻ എന്തിനാ ആ ഒരു സമയത്ത് അവന് ബോൾ പാസ് ചെയ്തേ, അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, എനിക്ക് തന്നെ ചെയ്യാമായിരുന്നു. ഞാനിപ്പോൾ അതാ ആരോടാ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഡാറ്റയെ നോക്കുമ്പോൾ ഡാറ്റയാണെങ്കിൽ നിനക്ക് ചേഞ്ച് വേണം, നിനക്കൊരു മാറ്റം കൊണ്ടുവരണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ നീ ഈ മാച്ചിന് കയറിയത്, നിനക്ക് അത് ലഭിക്കുന്നില്ലേ, അത് തന്നെ അല്ലേ ഏറ്റവും വലിയ കാര്യം എന്ന രീതിയിൽ അങ്ങനെ മനസ്സിൽ വിചാരിക്കണം. അതെന്തോ ഹീറോയ്ക്ക് മനസ്സിലായി. ഹീറോ ആണെങ്കിൽ അടുത്തും ഇതുപോലെ ബോൾ സൂപ്പറായിട്ട് റിസീവ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോ കുറോഡയ്ക്ക് പാസ് ചെയ്യുന്നു, കുറോഡ് അസാർക്ക് പാസ് ചെയ്യുന്നു, ഹീറോയ്ക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ അവരൊരു ട്രയാങ്കിൾ പോലെ മുമ്പോട്ട് ട്രയാങ്കിൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇത് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് ഫോട്ടോഗ്രാഫർ അവർ സൂം ചെയ്ത് ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. യെസ്, ഐ കോണ്ടാക്ട്, നീ പറഞ്ഞതുപോലെ സൂപ്പർ ഐ കോണ്ടാക്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ എത്ര നന്നായിട്ട് ചെയ്യുന്നത്. നിനക്കറിയോ, ഇത് നമ്മളുടെ നാഷണൽ ലെവൽ പ്ലേയേഴ്സ് പോലും ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നേ ഉള്ളൂ. അത് പെർഫെക്റ്റ്ലി ഇവർ ഇംപ്ലിമെന്റ് ചെയ്തേക്കാണ്, അതായത് നിലവിൽ നടപ്പിലാക്കിയേക്കാണ്. അങ്ങനെ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇത് എ ടീമിന് പോലും ഹാർഡായിട്ടൊരു കാര്യമാണ്, ഈസി ആയിട്ട് പുഷ്പം പോലെ നമ്മളെ പിള്ളേരെ ചെയ്തിരിക്കുന്നതെന്ന്. അടുത്ത് നമ്മളുടെ ഹീറോ ആലോചിക്കുകയാണ്, 1-2 പ്ലേയേഴ്സ് അല്ല നമ്മളുടെ ഫുട്ബോളിന്റെ കാര്യം, 3 പ്ലേയേഴ്സ്. അവർ വിചാരിച്ചാൽ ഇത്ര വലിയ ബാരിയേഴ്സും തടഞ്ഞ് കടന്നു പോകാൻ പറ്റും. ഹീറോ ഐ കോണ്ടാക്ട് കൊടുത്തിട്ട് അസാരിയോടെ മുന്നിലേക്ക് പോകാൻ പറയാണ്. അസാരി മുന്നിലേക്ക് പോകുമ്പോൾ കുറോഡയോടും ഹീറോ മുന്നിലേക്ക് പോകാൻ പറയാണ്. കുറോഡയും മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വീക്ക് സ്പോട്ട് ഹീറോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പോട്ടിലേക്ക് അവർ എത്തുകയാണ്. അവിടെ വെച്ച് ഹീറോ പറയാണ്, ആ ബോള് കുറോഡയ്ക്ക് പാസ് ചെയ്യാൻ അസാരിയോട്. അസാരി പാസ് ചെയ്യാണ്. അവിടെ നിന്ന് സൂപ്പർ ഈസി ആയിട്ട് നമ്മുടെ കുറോഡ ഗോൾ അടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയോട് ഹെൽപ്പ് ചെയ്ത് അസാരിക്കും കുറോഡയ്ക്കും ഗോൾ അടിക്കാൻ പറ്റാണ്. ഹീറോയ്ക്ക് അത് അവൻ ഗോൾ അടിച്ചതുപോലെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ അസാരി വന്ന് ഇങ്ങോട്ട് ഹൈഫൈ അടിക്കുന്നുണ്ട് ഹീറോയുടെ. അവിടെ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും